ഇത് UDF-ന് ഉറച്ച തന്നെയാണ്. സാധാരണ നിലയ്ക്ക് നമ്മൾ പറയാൻ ഒരു 1.5 ലക്ഷം 2 ലക്ഷം അതൊന്നും ഞാൻ പറയുന്നില്ല. ഭയങ്കരമായ ഭൂരിപക്ഷത്തിന് ഷാഫി ജയിക്കും. ജനപ്രിയായ ജനങ്ങൾ മുഴുവനും ഓൻ്റെ പിന്നിലാണ്. എതിർ സ്ഥാനാർത്ഥി മുമ്പിലെ കാര്യമില്ലപ്പ. കേരളത്തിൽ തന്നെ ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഗ്ലാമർ പോരാട്ടം നടക്കുന്ന വടകര മണ്ഡലത്തിലെ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എന്താണ് വടകരക്കാരുടെ മനസ്സിലുള്ളത്? മാധ്യമങ്ങൾ പറഞ്ഞ പ്രചാരണ വിഷയങ്ങളൊക്കെ അവർ ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ടോ? വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. ഇവിടെ നിരവധി ആളുകൾ ഈ ബസ് സ്റ്റാൻഡിലുണ്ട്. നമുക്ക് അവരോട് പ്രതികരണങ്ങൾ ചോദിക്കാം. ഇവിടുത്തെ വോട്ടറാണോ? വടകരയിലെ വോട്ടറാണോ? വടകരയിലെ വോട്ടറാണോ? അല്ല. ഏതാ മണ്ഡലം? ഏതാ മണ്ഡലം? എന്താ ഇവിടുത്തെ ഒരു അന്തരീക്ഷം? ആര് ജയിക്കുന്ന തോന്നുന്നത്? നമുക്കൊന്നും പറയുകയില്ല. ഭയങ്കര ടൈറ്റ് ആണോ മത്സരം? ആയിക്കോട്ടെ. എന്താണ് വടകരയിലെ ഒരു പൊതു അന്തരീക്ഷം? അവസാന നിമിഷമാണ്, കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണല്ലേ. എന്താണ് വടകരയിലെ ഒരു അന്തരീക്ഷം? വടകരയിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളെ നാടിന് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം ഷാഫി പറമ്പ് വന്ന് അടിപൊളിയായിട്ട് ജയിക്കും. പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകരയും കൊണ്ടുപോകും. വളരെ സ്വന്തമാവും. നമ്മളെ പല വിഷയങ്ങൾ വടകര മണ്ഡലത്തിൽ രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വന്നിരുന്നു. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് മനസ്സിലുള്ളത്? വോട്ടിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? നല്ലൊരു ഭരണം കാഴ്ചപ്പാടിന് ആഗ്രഹം. ഇവരുടെ മാറ്റം പറ്റണം. അതായത് രാജ്യത്തെ ഭരണം മാറണം. മാറ്റം വേണം. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും വോട്ട്. അങ്ങനെ സാധ്യത. എന്താണ് വടകരയുടെ അന്തരീക്ഷം? എന്താ ഇന്ന് കൊട്ടിക്കലാശമാണ്? എനിക്കൊന്നും അഭിപ്രായം പറയാനില്ല. അഭിപ്രായം പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണോ? എല്ലാ അഭിപ്രായം പറയാത്തല്ല, ജനങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയാൻ കഴിവില്ലാത്തവരാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ. സാധാരണക്കാരന് ഒരു വകയും കൊടുക്കാത്തവർ, യാതൊരു ഗുണവും ചെയ്ത് ഇന്ന് വരെ ഭരിച്ചിട്ടുള്ള എല്ലാ ഭരണക്കാരും അങ്ങനെയാണ്. എല്ലാ പാർട്ടിക്കാരും ഒരുപോലെയാണെന്നാണോ? എല്ലാവരും ഇന്ന് വരെ ഭരിച്ചിരിക്കുന്നിടത്തോളം കാലം എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെയാണ്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പോലും ശബ്ദിക്കാൻ കഴിയാത്തവരാണ് ഇന്നത്തെ. മറ്റന്നാൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകണം, വോട്ട് ചെയ്യണം. അപ്പോൾ തീരുമാനം എടുത്തോ? ആർക്ക് ചെയ്യണമെന്ന് തീരുമാനം എടുത്തോ? പലതുണ്ടല്ലോ, ഒരു തീരുമാനമില്ലെങ്കിൽ നോട്ടേ ഉണ്ടല്ലോ. എന്താണ് വടകരയിലെ വോട്ടറാണോ? വടകര മണ്ഡലത്തിലെ വോട്ടറാണോ? അതെ. ഇന്ന് കൊട്ടിക്കലാശാണ്. ഭയങ്കര ആവേശത്തോടുള്ള പ്രചാരണമായിരുന്നു വടകര മണ്ഡലത്തിൽ കുറേ നാളുകളായി. എന്താണ്? രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ല, പക്ഷേ ഒരു അനുഭവം എത്തിയുള്ളൂ. എൻ്റെ അഭിപ്രായം അവിടെ ഇതാണ് 3 സ്ഥാനാർത്ഥിയുള്ള കാര്യമായിട്ട്. ഒന്ന് ഷാഫിയാന്നുണ്ടല്ലേ, പിന്നെ ശൈല ടീച്ചർ, പിന്നെ ഒരു ഷിബില അല്ല BJP-ൻ്റെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, ആ പേര് മറന്നുപോയി. ഒരു 3 ആളാണ്. ആര് ജയിക്കുന്ന തോന്നുന്നത്? എൻ്റെ അഭിപ്രായം പറയുവെച്ചാൽ ഷാഫി ജയിക്കേണ്ടതാണ്. ഞാൻ ജയിക്കുന്ന എൻ്റെ അഭിപ്രായം. ഓക്കെ. എന്താ ഇവിടുത്തെ വോട്ടറാണോ? ഞാൻ ഒരു വാർഡിൻ്റെ ഉത്തരവാദപ്പെട്ട മെമ്പറുമാണ്. ശരി. എന്താ ഈ രാഷ്ട്രീയ പ്രചാരണ പ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്ത് കാണുന്നത്? പാർട്ടിനെ ചോദിക്കുന്നില്ല. ഷാറല്ലേ, പാർട്ടിനെ ചോദിച്ചാലും പ്രശ്നമില്ല. ഇത് UDF-ന് ഉറച്ച തന്നെയാണ്. സാധാരണ നിലയ്ക്ക് നമ്മൾ പറയാൻ ഒരു 1.5 ലക്ഷം 2 ലക്ഷം അതൊന്നും ഞാൻ പറയുന്നില്ല. ഭയങ്കരമായ ഭൂരിപക്ഷത്തിന് ഷാഫി ജയിക്കും. ജനപ്രിയായ ജനങ്ങൾ മുഴുവനും ഓൻ്റെ പിന്നിലാണ്. എതിർ സ്ഥാനാർത്ഥി മുമ്പിലെ കാര്യമില്ലപ്പ. ശക്തിയായ എതിർ സ്ഥാനാർത്ഥിയാണ്. മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥിയാണ്. കാര്യമല്ല, ഇത് പി രാമകൃഷ്ണൻ ആടെ മൂലക്കിലിരുത്തിയ മാതിരി ഈ പെണ്ണുങ്ങളെ മൂലക്കിലിരുത്താൻ വേണ്ടിയിട്ട് പാർട്ടി എടുത്ത ഒരു അടവ് നയായത് എനിക്ക് അത് തിരിയാത്തതുണ്ട്. ഓക്കെ. അതാണ്. നമുക്ക് ചില സ്ത്രീ വോട്ടർമാരെ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ചേച്ചി, മീഡിയ വൺ എന്നാണ്. ഇന്ന് കൊട്ടിക്കലാശമാണല്ലോ. മറ്റന്നാൾ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവാണ്. വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോവാണ്. എന്താണ് ഇവിടുത്തെ ഒരു മൂഡ്? എന്താ ഇവിടെ എല്ലാം പ്രവർത്തനങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നുണ്ട്. ഓരോ രാഷ്ട്രീയ കക്ഷികളും അവരുടേതായ രീതിയിൽ തങ്ങളെ നേതാവിനെ വിജയിപ്പിക്കേണ്ട കഠിന പരിശ്രമം തന്നെ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ, വടകര ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന ഭാഗമല്ലേ? ഇവിടെ എന്താണെന്ന് കൊട്ടിക്കലാശമൊക്കെയാണ്. അതിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ആര് ജയിക്കുന്ന തോന്നുന്നത്? അറിയില്ല. ഭയങ്കര ടൈറ്റ് ഫൈറ്റ് ആണെന്നാണോ? ഭയങ്കര ടൈറ്റ് ഫൈറ്റ് ആണോ? പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ടോ? ഏതായാലും ആ തരത്തിലാണ് ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം. ചേച്ചി, മീഡിയ വൺ TV എന്നാണ്.
വടകരത്തെ വോട്ടറാണോ? വടകര മണ്ഡലത്തിലെ വോട്ടറാണോ? അതെ അതെ. നമ്മൾ ഇന്ന് കൊട്ടിക്കലാശമാണ്. വെള്ളിയാഴ്ച നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് വോട്ട് ചെയ്യാൻ വേണ്ടി. എന്താണ് വടകരയിലെ ഒരു അന്തരീക്ഷം? എന്താ എനിക്ക് നല്ലോണം അറിയില്ല. ആര് ജയിക്കുന്ന തോന്നുന്നേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അറിയത്തില്ല. എന്നാലും വോട്ട് ചെയ്യല്ലോ അല്ലേ? ഓക്കെ. ആ തരത്തിലാണ് വടകരയിൽ ടൈറ്റ് ഫൈറ്റ് ആണ്. ഇനിയും മണിക്കൂറുകൾ മാത്രമാണ് കൊട്ടിക്കലാശത്തിന് ബാക്കിയുള്ളത്. മറ്റന്നാൾ വടകര മണ്ഡലവും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആര് ജയിക്കുമെന്നത് അനിശ്ചിതമായി നിൽക്കുകയാണെന്നുള്ളതാണ്. അത്രമേൽ ടൈറ്റാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷമെന്ന് വോട്ടർമാർ സാക്ഷ്യം പറയുകയാണ്. ഏതായാലും കൊട്ടിക്കലാശം ഏറ്റവും കളറായ കൊട്ടിക്കലാശം തന്നെയായിരിക്കും വടകര മണ്ഡലത്തിൽ ഉണ്ടാവുക എന്നതിൽ ഒരു തർക്കവുമില്ല. ആ തരത്തിലുള്ള പ്രചാരണങ്ങളായിരുന്നു ഒരു മാസത്തിലേറെയായി. മറ്റു മണ്ഡലങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള റോഡ് ഷോകൾ, മറ്റു നൈറ്റ് മാർച്ചുകൾ, അങ്ങനെ പല തരത്തിലുള്ള പ്രചാരണങ്ങൾ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ കൊട്ടിക്കലാശവും അതിൻ്റെ എല്ലാ കളറിലുമായിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ക്യാമറ പേഴ്സൺ ജേസൽ ബാബുവിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 വടകര.